ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്നലത്തെ വ്ളോഗ്, അതായത് ഞാൻ ഇന്നലെ എടുത്ത വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ലുലു മോളിലേക്കാണ്. അതായത് എൻ്റെ ബർത്ത്ഡേ ജൂലൈ 22-ാം തീയതി ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് സകലമായ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി കുറച്ച് ഫോട്ടോ എടുക്കണം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലുലു മോളിൽ പോകണം. നമ്മളെ പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അവിടെ വെച്ചോളാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും റെഡി ആയിട്ടൊക്കെ വരാം ഗൈസ്. ഞാൻ റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡിയായി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ US-നെയും അജിത്തിനെയും ഒരുമിച്ചാണ് നമ്മൾ ബസ്സിൽ കയറി പോകണം. ഷാരോണിനെ ഈസ്റ്റോട്ട് വെച്ച് പൊക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ലുലുവിലോട്ടാണ് പോകണേ. അപ്പോൾ US വന്നിട്ടുണ്ട്. US വന്നിട്ടുണ്ട്. നമ്മൾ അജിത്ത് വരാറായിട്ട് പറഞ്ഞാൽ കണ്ടില്ല. അവനും കൂടെ വന്നിട്ട് നമ്മൾ ബസ് കയറി പോകും. ബസ്സുകളെല്ലാം വന്ന് പോകണം. പക്ഷേ അവനൊക്കെ അതോടെ പോകണം. बस किड़के ಕೊಟ್ಟು ಬಸ್ಸು ഇനി അജിത്ത് വന്നിട്ട് നമുക്ക് ബസ്സിൽ കയറി ഈസ്റ്റ് ഓട്ടി ചെന്നിറങ്ങാൻ. എന്നിട്ട് ഈസ്റ്റ് ഓട്ടി വെച്ച് ഷാരോണിനെ പൊക്കിക്കൊണ്ട് പോകണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ അജിത്ത് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തൊക്കെയാണ്. കണ്ടപ്പോൾ തന്നെ പേടിയാവും. ഇവിടെ ആ ബസ്സിൽ കയറാം. കയറണം കേസ്. അപ്പോൾ നമ്മൾ ഈസ്റ്റോട്ട് വന്ന് ഇറങ്ങിയൊക്കെയാണ് കേസ്. അപ്പോൾ നമ്മൾ ഞാൻ വീണ്ടും ആ പാലത്തിൽ കയറിയിരിക്കുകയാണ് കേസ്. ഇതിപ്പോഴാണ് കാണുന്നത് കേട്ടോ. എവിടെയാണ് ഷാരോണ് ബസ്സിൽ കയറിയിരിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് ചെന്ന് കുഞ്ഞു ഊരണം കൂടെ ഉണ്ട്. കേസ് ഇപ്പം നമ്മൾ പാലത്തിൽ കൂടെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങാൻ പോയാണ്. ഷാരോൺ ഇവിടെയാ. അവൻ ബസ്സിൽ കയറി ഇരിക്കുകയാണെന്ന് പറഞ്ഞു കേസ്. അവിടാണ് ഓടിപ്പോ. ലിഫ്റ്റ് ഇറങ്ങിയതാ. ലിഫ്റ്റ് ഇറങ്ങണോ? ലിഫ്റ്റ് ഇറങ്ങണം. തുറന്നാ അങ്ങോട്ട് തുറക്കു സീസേ. അത്രേ ഉള്ളൂ. കമോൺ. താഴെ 0 ആ അടാ ഇന്നലെ കൂടെ വന്നേ ഉള്ളൂ ഇതിനകത്ത്. ഗ്രൗണ്ട് ഫ്ലോർ തുറക്കു സീസേ. എത്തി. അയ്യോ, റോഡ് മാറിപ്പോയി. അപ്പുറത്ത് ഇവിടെ ഇനി ഇവിടുന്ന് ഓടണമല്ലേ? ഓടറ. ഓക്കെ യെസ്, ഷാരോണിനെ കിട്ടിയിരിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ വ്ളോഗ് എടുക്കണം. ഇതൊക്കെ പോയത് നിന്റെ ോട്ടിന്ന് ബസ് കയറി ലുലുവിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പയ്യന്മാരെല്ലാവരും ഉണ്ട്. നമ്മളെ ലുലുവിൻ്റെ ഫ്രണ്ട് അങ്ങനെ ലുലുവിലെത്തി. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ആദ്യത്തെ ലുലു മാളിൽ പോയപ്പോൾ നമുക്ക് ഈ വ്ളോഗിങ്ങിന് പെർമിഷനൊക്കെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ലുലുവിൻ്റെ അകത്ത് വെച്ചുള്ള ഫുട്ടേജസ് ഒന്നും ഞാൻ അധികം എടുക്കുന്നില്ല. അപ്പം നമ്മൾ കുറച്ച് ചെറിയ ഫുട്ടേജസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഓക്കെ. ഒരു ആപ്പിൾ പുറത്ത് വാങ്ങിച്ച് പോകും. താഴെ പോകും. ഇവിടെ ആദ്യം ലുലു മാളി കയറിയവൻ അവിടെ. ഷാരോണെ ഫസ്റ്റ് ടൈം അല്ലേ ലുലു മാള്? ആ, എങ്ങനെയുണ്ട് കേസ്? ഇനി ലുലു മാളുടെ കാര്യം വ്ളോഗൊന്നും കാണൂല. പെർമിഷൻ എടുക്കേണ്ടി വരും. എനിക്കതൊന്നും വയ്യ. അങ്ങനെ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ ഉപയോഗിക്കും. ചില കണ്ട മോഡലൊക്കെ നിൽക്കുന്നു. നമ്മളെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ലുലു മാൾ. ഒരുത്തന്നെ കണ്ടോണ്ട് വരല്ലേ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി. ഇത് എന്തിൻ്റെ സ്റ്റോറുടെ ഇത്? ഓപ്പോയുടെ ലോഗോ അല്ലേ? ഇന്ത്യൻ പറയാനാ? ഇന്ത്യയാണോ?
അതിൻ്റെ ഓക്കെ കേസ്. ഇപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. സോഫയായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കണം. സോഫ ഉണ്ടാണോ കൊണ്ട് വിട്ട് ഓഫ് ചെയ്താ കൊള്ളാം. എന്നാ തുണിയൊക്കെ ഇട്ടേ ഓരോരുത്തരെ ഫോട്ടോ ഒക്കെ എടുക്കണല്ലേ. ഫോട്ടോ എടുക്കാൻ തന്നെ വന്നു. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ നമുക്ക് സ്ഥലമുണ്ടോ? അതെ അതെന്നെ പറഞ്ഞ മോളിൽ സ്ഥലമുണ്ടോ? എന്നൊക്കെ എത്ര രൂപ? എൻ്റെ പൊന്നെ 1500 രൂപ പാൻറ്റ് കിടപ്പുണ്ടോ? ആറ്റിറ്റ്യൂഡാണ് എനിക്ക് നോക്കി. ബാക്ക്ഗ്രൗണ്ട് പോരടേ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ച് ചേച്ചിമാരെ കുറിച്ചാണ് നടത്തിയേക്കാം. ഞാനേ പറഞ്ഞു ചിക്കൊക്കെ നല്ല വില അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തൽക്കാലം ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ബിരിയാണി ആ കിടിയാണ്. ഹൈപ്പർ മാർക്കറ്റ് നീയാണ് പറഞ്ഞത്. അവിടെയുണ്ട് ഒരു KFC ഇവിടെ ഫുഡ് ചോദിക്കാൻ പോയി കണ്ടോ? കണ്ടോ നമ്മൾ പറ്റിച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ തന്നെ എതിരായിട്ടും കണ്ടില്ല കേസ്. അപ്പോൾ 120 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. നീ ആദ്യം വന്നിടത്ത് വേണം. നമ്മളിവിടെ ഇരിക്കണം. നീ നമ്മൾ ഓർഡർ ചെയ്തു സാധനം. എടാ നീ ആദ്യം കടയിൽ വില ചോദിച്ചില്ലേ? അവിടെ വാ. പറ്റിച്ച് ഇവിടെ മൊത്തം കറങ്ങിയിട്ട് പോക്കോണ് വാങ്ങിച്ചിട്ടുണ്ടെന്നില്ല. എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ വാങ്ങിച്ചത് എവിടെ നിന്ന് കിട്ടിയത്? എത്ര ബട്ടറാണ്. ബട്ടർ ടേസ്റ്റില്ല. അടിയിലോട്ടോ ഞാൻ അവിടെ മൊത്തം കറങ്ങി. ഈ തേക്കടെ വന്നപ്പോ നമ്മൾ അതിൽ കൂടെ ഓടി. ഞാൻ നിന്നെ ചെറിയ നിന്നെ പോലെ ഞാൻ നീ അതിൻ്റെ അകത്ത് കയറി കാണും. ഞാൻ അതിൻ്റെ കയറി കുറെ മാത്രം നടന്നു കിട്ടി. 50 രൂപയ്ക്ക് പോക്കാണ് അവിടെ കിട്ടിയത്. ഔട്ട്സൈഡ് ഫുഡ് നോട്ട് അലൗഡ്. ഇതിനകത്തുള്ള തന്നെ കുഴപ്പമില്ല. പൈസ ഉണ്ടോ അതിൻ്റെ കൊടുത്ത്? ഇത് തന്നെ ഇതോ ഈ കമ്പനിയിൽ കൂടെ? ഓ
ഇവിടെ തട്ടൂലേ? ഇല്ല, നമ്മൾ തൂക്കിട്ടില്ല. പള്ളി പോയി കറങ്ങി മാള് മൊത്തം കറങ്ങി വരും. അതിന്റെ പൈസ എടുക്കണം. ഫ്രീ കയറ് കിട്ടിയിട്ടുണ്ടോ? കേസ് അപ്പം നമ്മൾ ഇവിടെ ലുലുമാളി വന്നിട്ട് ഫലൂഡ കയറി 2 സ്ട്രോബെറി ഫലൂഡയും 2 കുക്കി ആൻഡ് ക്രീമും വാങ്ങിച്ച് 714 രൂപ. നമ്മളെല്ലാവരും കൂടെ ലാഭിച്ചു. 14 രൂപ ഇവൻ ലാഭിച്ചു തന്നു. അങ്ങനെ ലുലുമാളി വന്നിട്ട് ഇങ്ങനെ കഴിച്ചില്ലെന്ന് പറയാം. നമ്മളെല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ടാണ് കണ്ടത്. ഓഹ്, പണക്കാരെ വെച്ചേക്കണം ഗൈസ്. റിച്ച് സത്യം. നിങ്ങളുടെ ഗ്യാസ് കയറിയാ പതിയെ. ആർക്ക് ബിരിയാണി ഉണ്ടാകണം? ഹൈപ്പർ മാർക്കറ്റ് ബിരിയാണി ഓ കുറച്ചേ കാണോ. എങ്ങോട്ട് പോണേ? നീ അങ്ങോട്ടൊക്കെ പോയി വീഡിയോ കേട്ടോ. എന്തേനി നീ എത്ര മിനിറ്റ് വീഡിയോ ഗേസ്? നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഫലൂഡയൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ ചെന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ താഴെ ഹൈപ്പറിൽ അല്ലെങ്കിൽ വെളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ പ്ലാന്. ഇപ്പോൾ ഫണ്ടൂറെ കയറിയിട്ടില്ലെന്ന് പറയുമ്പോൾ ലുലുമാളിൽ തന്നെ ഇപ്പോഴാണ് കയറണത് ഗേസ്. കണ്ടിപ്പോൾ നമ്മൾ ഇവനെ കൊണ്ട് നമ്മൾ ഫണ്ടൂറെ പോയി അവിടെയൊക്കെ കറങ്ങി. ഇവന് കയറിയിട്ടില്ലേ? എടേ ഇത് പറയണ്ടേ ഗേസ്? ഉമ്മാരെണ്ണ ലുല്ലിൽ ഫസ്റ്റ് ടൈമാണ് ഗേസ്. ഉമ്മാരെണ്ണാനെയും കൊണ്ട് ഫണ്ടൂറയും കൊണ്ട് കാണിച്ചിട്ട് അതുവഴി നമ്മൾ പോവും. ഓക്കെ ഗേസ്, അപ്പോൾ അത്രയുള്ള പരിപാടി. അജിത്തും എസ്റ്റിയും കൂടെ ഈ 2 സംഭവം ഫലൂദയും 2 സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഉണ്ട് സ്പൂണൊക്കെ ഉണ്ട്. ഗേസ് സാധനം കൊള്ളാല്ലേ? നിനക്ക് എന്തോ അറിയാം ഇതിനകത്തുള്ളത്? എറ അങ്ങോട്ട് ഞാൻ പറഞ്ഞ ഓറിയാടാ. എടാ ഇത് ഒന്ന് പിടിയട. ഇത് ആദ്യം ഒരു ഓറിയാൻ എന്തിടെ ഇത്? ടിഷ്യൂ കച്ചവടം ചെയ്യാനാടാ തന്ന. കമ്പും കോലൊക്കെ അതൊക്കെ തിന്നാവുള്ളടാ. അതൊക്കെ എടുത്ത് തിന്നോ? എടാ മുറിയുടെ പൊട്ടാ അത് അവനോട് ഏതെടുത്ത് എൻ്റെ അടി വെച്ചോ. അല്ല എൻ്റെ അടി വേടാ. വീഡിയോ എടുക്കയില്ലേ? അടി ഇതൊരു ഓറിയോ. സ്പൂണ് മാറ്റാം. ഞാനും ഒരു ഓറിയാ ഞാൻ തിന്നു. അത് തന്നെ ഫ്രൂട്ട് സലൂഡാ. ഫലൂഡ. ഞാൻ പറഞ്ഞു ഇത് സ്ട്രോബെറിക്ക് ആയിരിക്കും കണ്ടത് കൂടുതലായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ചിട്ട് വരാം. നീ കൂടെ ബ്ലോഗറാണ്, ഫുഡ് ബ്ലോഗറാണ്. കേസ് അപ്പോൾ നമ്മളിപ്പം വണ്ടൂറയിൽ വന്ന് നിൽക്കുകയാണ് കേസ്. നമ്മുടെ അജിത്തും ഷാരോണും വണ്ടൂറ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അമ്മനെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. അജിത്ത് വെയിലത്താണ് കയറിയിരിക്കുന്നത് ഗെസ്റ്റിനെ. ഷാരോണ് US അജിത്ത്. നമ്മുടെ ലുലുവിൽ നമ്മൾ ഫോട്ടോ ഷൂട്ടിന് വന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. എൻ്റെ